ഹലോ ഗെയ്സ്, നമുക്കിന്നൊരു ബീഫ് കറി വെച്ചാലോ. ഞാൻ വന്നിട്ട് സെറ്റാക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അമ്മ ആദ്യമേ തന്നെ കടുകൊക്കെ വറുത്ത് സവാള ഒന്ന് വശക്കി എടുത്തിട്ടോ. ആ സവാള ഒന്ന് വശക്കുന്ന സമയം കൊണ്ട് ബീഫ് കുക്കറിൽ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് 4 വിസിൽ കേട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ സവാള വശക്കിലോട്ട് നമ്മളൊരു 4-5 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചീനച്ചട്ടിയിലുണ്ടല്ലോ തികയത്തില്ല, അതുകൊണ്ട് അമ്മ നേരെ ഉരുളിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ ചീനച്ചട്ടിയിൽ ശകല എണ്ണ ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ലെന്ന് പറഞ്ഞിട്ട് അതിൽ ഒതുക്കാനും പറക്കാനൊക്കെ അമ്മ എത്തിയിട്ടുണ്ട്. സവാള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടിയിൽ മൂപ്പ് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ ബീഫ് വേവിച്ചിൽ തന്നെ വെള്ളമുണ്ട്. അപ്പം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ബീഫും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ഈ നോൺ വെജ് ഒക്കെ വയ്ക്കുമ്പോൾ ചേട്ടനും കൂടെ ഒന്ന് സൈഡായിട്ടൊന്ന് ഇളക്കാനെങ്കിലും വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം ഒന്ന് തിളച്ചതിന് ശേഷം മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുക. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് ഈ നോൺ വെജ് ഒക്കെ വയ്ക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ കറി വെക്കുമ്പോൾ മാത്രമായിട്ടാണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് കറി വെക്കുമ്പോൾ നമ്മളങ്ങനെ ബീഫ് മസാല ചേർത്ത് കൊടുക്കാറില്ല, സാധാ വറുത്ത് പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരണുണ്ട്. നമ്മുടെ വീട്ടിലെ ഈ ബീഫ് കറി വയ്ക്കുമ്പോൾ നല്ല ഇരിക്കണം, അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ ബീഫ് കറി ഇതാ സെറ്റായി. എല്ലാവരുടെ വീട്ടിലും ഏതാണ്ട് ഇതേ സ്റ്റൈലിലായിരിക്കും കേട്ടോ വെക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ നല്ല മണം വരുന്നുണ്ട്. ഞാൻ ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ഇന്ന് ബീഫ് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ.